ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ 158ാമത് ചിത്രം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നതാണ്. ബോബി കൊല്ലിയാണ് സംവിധാനം ചെയ്യുന്നത്. കെവിൻ പ്രൊഡക്ഷൻസ് ജനനായകന്റെ പ്രൊഡ്യൂസേഴ്സാണ് പ്രൊഡ്യൂസും ചെയ്യുന്നത്. സോ ചിരഞ്ജീവി 158ന്റെ ഒരു ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്താ നമുക്കൊന്ന് കണ്ടുനോക്കാം. ആൻഡ് ഈ ഒരു തുടക്കത്തിലാണെന്ന് തോന്നുന്നു മനശങ്കര വരപ്രസാദ ഗാരു, നയൻതാര, ചിരഞ്ജീവിയൊക്കെ ഉള്ള ഒരു ഫാമിലി പടം, ഒരു വിശ്വാസം ടൈപ്പ് പടം. ആൻഡ് സംക്രാന്തി റിലീസ് ഉണ്ടായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു അവിടെയൊക്കെ. അതിലെ മീസല പില്ല പാട്ട് ആൻഡ് ഹുക്ക് സ്റ്റെപ്പ് എന്നൊരു പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഡാൻസ് ഒക്കെ ആ വയസ്സിലും ഡാൻസ് കളിക്കുന്ന ആ ഓറൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. വാ, ടൈം ടെസ്റ്റഡ് ജിമ്മില് ചിരഞ്ജീവി 70 വയസ്സുണ്ടായി പുള്ളിക്ക്. സീരിയസ്ലി പുള്ളിക്ക് 70 സംതിങ് എന്തോ വയസ്സുണ്ടായി. ഇപ്പോഴും ആ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമാ മേഖലയിലുള്ളവർ അങ്ങനെ ഫിറ്റ്നസ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇപ്പൊ തന്നെ പല ഇൻഡസ്ട്രിയിലും വയസ്സായ ആൾക്കാരൊക്കെ, അതായത് നമുക്ക് മുമ്പേ നമ്മൾ കണ്ട് ഒരുപാടൊക്കെ കണ്ട ആ ഒരു ലെജൻസ് ഒക്കെ ഇപ്പോഴും സ്റ്റില്ലായിട്ട് അവർ മാക്സിമം അവരുടെ ഒരു ബോഡിയൊക്കെ കീപ്പ് ചെയ്ത് ഫിറ്റ്നസ് ആയിട്ട് ഇരിപ്പുണ്ട്. അവർ ഇപ്പോഴും മാസ് അപ്പീലുള്ള വേഷങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ്, അത് ചെയ്യുന്നുണ്ട്. അവരിപ്പോഴും ആ സ്ട്രെസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇത് ജിമ്മിൽ വെച്ചാണുള്ള ഒരു വീഡിയോ ആണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മാസ് പടം എന്തായാലും തന്നെ ആയിരിക്കും, അതുകൊണ്ടാണല്ലോ ജിമ്മിലെ കാര്യങ്ങളില്ല. അല്ലെങ്കിൽ വല്ല കോമഡി ആയിട്ടൊക്കെ അല്ലേ വരണോ. ഇത് മാസ് പടം ആവാനാണ് സാധ്യത കൂടുതൽ. ഈ വയസ്സിനൊക്കെ ഒന്ന് പാടുപെടുന്നതാണ് കേട്ടോ. Getting ready for 158. Bobby, May 21 ముహూర్తం వాళ్ళది. అంటే ఇంకో 4-5 రోజుల్లో కలుస్తున్నాం. గెట్ రెడీ. പടത്തിന്റെ പേര് ഇനി ഗെറ്റ് റെഡി ആയിരിക്കൂ. മെയ് 21 മുഹൂർത്തം. എനിക്ക് പൂജ അനൗൺസ്മെന്റ് ആയിരിക്കും. ആൻഡ് ബോബി കൊല്ലിയാണ് സംവിധാനം ചെയ്യുന്നത്. കെവിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 158ാമത് ചിത്രമാണ്. മാസ് പടം തന്നെയാണ്. അത് ആദ്യമേ അവര് കോടാലി വന്ന് വീണപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഗെറ്റ് റെഡി എന്ന് ഞാൻ പറഞ്ഞ ഗെറ്റ് റെഡി തുടങ്ങാന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ പുള്ളിയൊക്കെ ഇപ്പോഴും ആ ഒരു ഓറ കീപ്പ് ചെയ്യുക, ഇപ്പോഴും ആ ഒരു ഫിറ്റ്നസ് കീപ്പ് ചെയ്യുക, ഇപ്പോഴും ആ പടം ചെയ്യാനുള്ള ആ ത്വര കളയാതെ വെച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. കാരണം പുള്ളിയൊക്കെ നമ്മളിപ്പോൾ പല ട്രോൾസിലും കാര്യങ്ങളൊക്കെ കാണും, ചിരഞ്ജീവിയൊക്കെ എന്തോന്നെ കാണിക്കുന്ന എന്ത് കോമഡിയൊക്കെ എന്ന്. ഇവിടെ അവിടെയൊക്കെ അൾട്രാ ലോയൽ ഫാൻസ് ഒക്കെ ഉള്ള ഒരു നടനാണ്, ഒരു ലെജൻഡാണ്, മെഗാസ്റ്റാർ ചിരഞ്ജീവി. എനിക്കൊരു ഓർമ്മ ഉണ്ട്, മുമ്പ് ഞാൻ ചെറുതായിരുന്നപ്പോൾ വിഴിഞ്ഞത്ത് ചിരഞ്ജീവി ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ചിരഞ്ജീവി അതൊരു മിനിസ്റ്ററോ അതോ വോട്ടെടുപ്പോ അങ്ങനെ ഒരു സാധ്യമായിട്ട് ചിരഞ്ജീവി വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ട്. അന്ന് ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അപ്പോഴത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷെ ചിരഞ്ജീവി വന്നൊരു കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കാരണം ഈ ഒരു കൂട്ടമൊക്കെ വന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ മേലിലൊക്കെ ഇരുന്ന്, അതായത് അത്രയ്ക്ക് കൂട്ടം, നമ്മൾ പള്ളിയുടെ അവിടെയൊക്കെ കൂട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴും പുള്ളിയൊക്കെ സിനിമ ചെയ്യുന്നു, ഇപ്പോഴും ആ ഒരു ഓറ കീപ്പ് ചെയ്യുന്നു, ഇപ്പോഴും അവിടെ പുള്ളിക്കൊക്കെ സിനിമ ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ഇത്രയും ലെജൻഡറി കരിയറാണല്ലോ സിനിമയിലേക്ക് മുന്നോടിയായിട്ട് വരുന്നത്. അപ്പോൾ ഇത് 158 ആയിട്ടാണ് സിനിമ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു മാസ് പടം തന്നെയാണ്. അത് ആ ഒരു ജിമ്മിന്റെ ഇതും ആ ഒരു കോടാലിയൊക്കെ എറിയുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത കൂടുതലാണ്. ഇതിന് മുമ്പേ മനശങ്കര വരപ്രസാദ ഗാരു വന്നു. അത് ഒരു ഫാമിലി ഓറിയന്റഡ് ഫിലിമാണ്. ഒരു സംക്രാന്തിക്ക് എന്തോ റിലീസ് ചെയ്തൊരു ഫിലിമാണ്.